പോൽ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ കൃപയേകണേ ബലമേകണേ നാഥ യേശുവേ കൃപയേകണേ ബലമേകണേ നാഥ യേശുവേ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് നടന്നതുപോൽ അങ്ങ് സ്നേഹിച്ചപ്പോൾ അങ്ങ് ക്ഷമിച്ചതുപോൽ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് നടന്നതുപോൽ അങ്ങ് സ്നേഹിച്ചപ്പോൾ അങ്ങ് ക്ഷമിച്ചതുപോൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ 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 ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. അഭിഷേകത്തിൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. രക്ഷയുടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം.
കഴിഞ്ഞ നാളുകളിൽ വളരെ ഞെരുക്കത്തോടെ സമൃദ്ധിയിൽ നിന്നു പിന്നീട് പെട്ടെന്ന് ചില പ്രതികൂലങ്ങളിലേക്ക് പോയി. എന്നാൽ തകർന്നു പോകാതെ, വീണ്ടും പോകാതെ ഒരു കുടുംബത്തെ സ്വന്തം ശക്തിയോടെ നടത്തി. അഭിഷക്തനായ കുടുംബത്തിനായി സ്തോത്രം. തുടർന്ന് ജീവിപ്പിക്കുന്ന ഒരു സാക്ഷ്യം നമ്മെ കേൾപ്പിക്കും. ദീർഘമണിക്കൂറുകൾ ഷെയർ ചെയ്യേണ്ട സാക്ഷ്യമാണ്. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മെ കേൾപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ. എനിക്കറിയാം ഈ കൂട്ടത്തിൽ വരുന്നവർ സമൃദ്ധിയിലല്ല, എല്ലാം സമൃദ്ധിയിലുള്ളവരൊന്നും വന്നിട്ടില്ല. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിൽ ആരാധിപ്പാൻ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിൽ ഒന്ന് ഉയരാൻ, കൃപാവരങ്ങളെ പ്രാപിപ്പാൻ, കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞൊരു ചെറിയ കൂട്ടം. മറ്റെല്ലാം ഇവിടെ വന്നവർ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ഒറ്റപ്പെടലോടെ വന്നു. പക്ഷെ വന്നവരൊക്കെ വിടുതലോടെ മടങ്ങിപ്പോയി. ഈ വേദിയിൽ 100 കണക്കിന് സാക്ഷ്യം നമ്മൾ കേട്ടതാ. നമ്മൾ ഒരുമിച്ച് കരം ചേർത്ത് 100 കണക്കിന് പേർക്ക് പ്രാർത്ഥിച്ചതാ. അവരുടെ അത്ഭുതങ്ങളെ കേൾക്കുവാനിടയായി. ഈ അനുഭവം ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ഇന്ന് പകൽ ഒരു വലിയ വിടുതലായി തീരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സാമ്പ്രദനെ അതിനായിട്ട് ക്ഷണിക്കുക. കർത്താവിന് സ്തോത്രമുണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ്, എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മോശയോട് ദൈവം പറഞ്ഞു, നീ ജനത്തോട് പറ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക, എൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യും. ഇത് കേട്ട മോശ നോക്കിയപ്പോൾ പുറകിൽ നിന്ന് ഇസ്രായേൽ ജനം 30 ലക്ഷം ജനം തള്ളാൻ തുടങ്ങി. അവനെന്തോന്ന് ആദ്യം മനസ്സിലായില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മിസ്രൈം സൈന്യം പാഞ്ഞു വരികയാണ് ഇവരെ തകർക്കാൻ. ഫ്രണ്ടിൽ ചെങ്കടൽ. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് ജനം മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് മോശ പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പീൻ, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അവിടെ ഉറച്ചു നിന്നതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അവിടെ മുന്നിൽ പോയ ചെങ്കടൽ 2ആയി വിഭാജിക്കപ്പെട്ട് അത് ക്രോസ് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൂടോടുന്ന എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ അത് നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പെന്തക്കോസ് പാരമ്പര്യ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, പെന്തക്കോസ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നിനക്ക് എന്തോ അനുഭവ സാക്ഷ്യം പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പാസ്റ്റർ മുട്ടൻ ഗീവർഗീസൻ കേട്ടിട്ടുണ്ടായിരിക്കും. പാസ്റ്റർ മുട്ടൻ ഗീവർഗീസിൻ്റെ കൊച്ചുമകനും എൻ്റെ പിതാവ് 50 വർഷക്കാലമായി IPCയിലെ പാസ്റ്ററുമാണ്. ഈ പെന്തക്കോസ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് ഈ കൊല്ലൻ്റെ ആലയിൽ കിടക്കുന്ന നായ്ക്ക് തീയോട് പേടിയില്ല എന്ന് പറയുന്നത് പോലെ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാതെ, ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ഈ ലോകത്തിലെ സുഖങ്ങളിലും ഈ ലോകത്തിലെ ഇച്ഛകളും നോക്കി മുന്നോട്ട് ഓടിയത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം 20 വർഷക്കാലമായി UAയിലായിട്ട്. 2007 പ്രൈസ് ദി ലോർഡ് 2004 ഞാനൊരു ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ പിതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നമുക്ക് പറ്റിയ പരിപാടിയല്ല ഇത്, നീ ഇത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിതാവിനോട് പറഞ്ഞു, അനേകർക്ക് ഇത് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം, ഞാനൊരു വിശ്വാസിയാണല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എൻ്റെ പിതാവിൻ്റെ വാക്ക് ഞാൻ തള്ളിക്കളഞ്ഞു. കാരണം വെച്ചാൽ പിതാവ് എന്നോട് പറയാനുള്ള കാര്യമുണ്ട്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ ഞാൻ മരിച്ചു പോയൊരു മനുഷ്യനാണ്, ഒരു കുഞ്ഞായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി വന്നിട്ട് എന്നെ കരത്തിലെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ ഇവനെ മടക്കി തന്നാൽ ഞാൻ നിനക്ക് തരാമതൊരു വാക്ക് എൻ്റെ പിതാവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ ജീവൻ മടക്കി തന്ന് കൊടുത്ത കാര്യം പിതാവിനറിയാം. ഇത് പിതാവ് എന്നോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് മറന്നു കളയാൻ ആഗ്രഹിക്കുന്നൊരു സത്യമായിരുന്നു. ദൈവമക്കളെ, അങ്ങനെ ഹല്ലേലൂയ 2004 എൻ്റെ പിതാവിൻ്റെ വാക്ക് കേൾക്കാതെ ഞാൻ ഈ ദേശത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ്സിനെ കർത്താവ് വളർത്തി. ഈ ദേശത്ത് അതിമനോഹരമായ രീതിയിൽ ആ കമ്പനി വളർന്നു. അനേക വാഹനങ്ങളും അനേക കാര്യങ്ങളും ഓഫീസും സ്റ്റാഫും വെയർഹൗസും ഗോഡൗണും ഒക്കെ ഞങ്ങൾക്ക് തന്നു. ഇതെല്ലാം കർത്താവ് നൽകി തന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, എന്തിനു ഭയപ്പെടണമെന്നുള്ള ചിന്തയൊക്കെ എന്നെ ഭരിച്ചു. ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പെന്തക്കോസ്തുകാരെന്ന പേരുണ്ട്, പാസ്റ്റർ മകൻ എന്നുള്ള പേരുണ്ട്, പക്ഷേ ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ലാതെ ഒരു ബിസിനസ്സുകാരനായി ഞാൻ മുന്നോട്ട് ഓടിപ്പോകുന്ന സമയത്ത് 2007 വരെ അനേക ദൈവദാസന്മാരെൻ്റെ തലയെ കൈവച്ചും നേരിട്ടും അല്ലാതെയും ദൈവാലോചന പറഞ്ഞിട്ടും ഇതെല്ലാം പുറം കാലം കൂടെ തട്ടിക്കളഞ്ഞിട്ട് ഞാൻ ദൈവത്തെ ഭയമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് 2007 ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങി. ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുന്നിൽ ഞാൻ എന്നെ സമർപ്പിച്ചു. സമർപ്പിക്കാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിന് അത്ര തീവ്രതയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമർപ്പിച്ചതിന് ശേഷം
ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ അധികമായിരിക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് 2010 ബിസിനസ്സിന് ഒരു കുഴപ്പമില്ല, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 2011 ആയപ്പോഴത്തേക്ക് പ്രൈസലോ ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പോകുന്നു. അങ്ങനെ വളരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് 2011 ഡിസംബർ മാസമായപ്പോഴത്തേക്ക് പ്രൈസലോ ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉദിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന ബിസിനസ്സാണ്. വളരെ നല്ല രീതിയിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ വലിയ അനുഭവങ്ങൾ ഞങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ അനുഭവിക്കുന്നുണ്ട്, വലിയ വിടുതലുകൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മറ്റു പലർക്കും ഇല്ലാത്ത പല നന്മകളും ഞങ്ങൾക്ക് ബിസിനസ്സിലുണ്ട്. പക്ഷേ പെട്ടെന്ന് ദൈവത്തിൻ്റെ കരം കൊണ്ടുവന്ന് ദൈവം ഈ ബിസിനസ്സിന് മേൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ദിറംസ് കടം കയറാൻ തുടങ്ങി. ഏകദേശം ഒരു വർഷമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നിൽക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ലക്ഷക്കണക്കിന് ദിറംസ് കടം കയറി. എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പലതും ശ്രമിച്ചു നോക്കി ഇതിനെ ഒന്ന് നേരെയാക്കാൻ. ഞാൻ പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ഇതിനകത്ത് ഇട്ട് നോക്കി, എങ്ങനെ ഇതിന് നേരെയാക്കാൻ. ഒരു രക്ഷയും കിട്ടുന്നില്ല. ഒരു വർഷം മുഴുവൻ ഞാൻ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടു ഇതിനെ നേരാക്കാൻ. 2012 ഡിസംബർ മാസമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറ്റപ്പെട്ടു. ഞാൻ ദിവസത്തിൽ മുട്ടുമടക്കി, കർത്താവേ എന്താണ് കർത്താവേ ഞാൻ ചെയ്യേണ്ടത്? കർത്താവ് എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം കർത്താവേ. ഞാൻ കഴിഞ്ഞ നാളിൽ കർത്താവേ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണല്ലോ. ഞാൻ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ കടന്നു പോകുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. എൻ്റെ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, വാസ്തവമായി നീ എന്നിൽ ആശ്രയിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുണ്ടോ? കർത്താവ് ഇല്ല, നീ എന്നിൽ ആശ്രയിക്കുന്നില്ല. നിനക്ക് ആവശ്യം വരുമ്പോൾ നീ പണത്തിൽ ആശ്രയിക്കുന്നു, നിനക്ക് ആവശ്യം വരുമ്പോൾ നീ മനുഷ്യരിൽ ആശ്രയിക്കുന്നു. എന്നിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ഈ ദേശത്ത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ അതിന് ഞാൻ റെഡിയാ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പക്ഷേ എൻ്റെ ഭാര്യയോട് കർത്താവ് സംസാരിക്കണം. അവളോട് ദൈവത്തിൻ്റെ ആത്മാ 3-ാം ദിവസം ഇടപെട്ടിട്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങ്, ഞങ്ങളുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു പറഞ്ഞു. ദൈവമക്കളെ, ഞങ്ങൾ ഹല്ലേലൂയ തീരുമാനമെടുത്ത് അന്ന് മുതൽ പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങി. അന്ന് വരെ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കടമയുള്ളായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഡിസംബർ മാസം ഹല്ലേലൂയ 2012 ഡിസംബർ മാസം മുതൽ പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങി. അന്ന് വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി. ഓ ഹല്ലേലൂയ, കടങ്ങൾ പിന്നെയും കൂടി. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓരോന്നോരോന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി. ഞങ്ങളുടെ ഓഫീസ് കാലിൽ പോലീസ് കേസ് വന്നിട്ട് വിട്ടുകൊടുക്കേണ്ടി വന്നു, വേറെ ഹോസ്റ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ വാഹനങ്ങൾ ഓരോന്നോരോന്നായി കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. പ്രൈസലോ. അങ്ങനെ ആയപ്പോൾ ഏകദേശം ദുബായ് പോലീസും ഷാർജ പോലീസും കൂടെ 8 കേസുകൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഈ സമയത്ത് ബർദുബായ് പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു. പ്രൈസലോ. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്ന സമയത്ത് ദൈവമക്കളെ എപ്പം നോക്കിയാലും ഞങ്ങളുടെ വീടിന് മുന്നിൽ സിഐഡികളാണ്. എന്തിനെന്നറിയാമോ? എന്നെ അറസ്റ്റ് ചെയ്യുവാൻ. സാമ്പത്തിക ബാധ്യത കൊണ്ട് ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായി തീർന്നു. ഞങ്ങൾ ഉണ്ടാക്കി വെട്ടിപ്പിടിച്ചത് സകലതും ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്ത അവസ്ഥയിലായി മാറി. ഒരു പൈസ കയ്യിലില്ലാത്ത അവസ്ഥയായി മാറി. ഞങ്ങൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പോലീസ് വണ്ടിയോ സിഐഡിയോ ഞങ്ങളുടെ വീടിന് മുന്നിൽ കാണും. ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയാലും എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് വന്ന് കിടക്കുകയാണ്. പ്രൈസലോ. ഞങ്ങളുടെ ഹല്ലേലൂയ 30 ദിവസത്തെ ഞങ്ങൾക്ക് നോട്ടീസ് തന്നിരിക്കുകയാണ്. 30 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നിന്നെ നിൻ്റെ ഭാര്യയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കും. ആ ഒരു നോട്ടീസ് ഞാൻ കിട്ടിയിരിക്കുകയാണ്. ദൈവമക്കളെ, ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഹല്ലേലൂയ ദുബായ് ഇലക്ട്രിസിറ്റി വന്ന് ഞങ്ങളുടെ കറണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. പിഞ്ചു കുഞ്ഞുങ്ങളുമായി 48 ഡിഗ്രി ചൂടിനകത്ത് ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യന് മുന്നിൽ ഞങ്ങൾ കൈ നീട്ടിയില്ല. ഞങ്ങൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നീ ചലിച്ചാൽ ഞാൻ ചലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ ആരുടെ മുന്നിൽ കെഞ്ചിയാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. ഒരു മനുഷ്യന് മുന്നിൽ കൈ നീട്ടാതെ ഞങ്ങൾ വീട്ടിലായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സകലം നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാതെ 6 മാസമായപ്പോൾ അവർ സ്കൂളിൽ നിന്ന് ലെറ്റർ തന്നു വിട്ടു, ഇനി കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിടണ്ട. പ്രൈസ് ലോ. ഇതിലെല്ലാം ഉപരിയായി ഒരു വർഷമായി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വിസ ഇല്ല. പ്രൈസ് ലോ. ഓവർ സ്റ്റേ ആണ്. ഏകദേശം 35,000 ദിർഹംസ് ഫൈൻ അടച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ വിസ അടിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്. കുഞ്ഞ് ജനിച്ചിട്ട് ഒരു വർഷമായി. കുഞ്ഞിന് പാസ്പോർട്ടും ഇല്ല, വിസ ഇല്ല. ഞങ്ങളുടെ ഫയൽ മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുക. എനിക്ക് ഒരു മിനിസ്ട്രിയിലും ചെല്ലാൻ പറ്റത്തില്ല, ഒരു ഗവൺമെൻറ് ഓഫീസ് ചെല്ലാൻ പറ്റത്തില്ല. അപ്പം തന്നെ എന്നെ അറസ്റ്റ് ചെയ്യും. ആ രീതിയിലായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ മാറ്റപ്പെട്ടു. ഈ കഴിഞ്ഞ നവംബർ ഈ 2013 നവംബർ മാസമായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ സകലതും തീർന്നു. ₹1 പോലും കയ്യിലില്ലാത്ത അവസ്ഥയിലായി മാറ്റപ്പെട്ടു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാംസാഹാരം കഴിച്ചിട്ട് മാസങ്ങളായിരുന്നു. ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ മാറ്റപ്പെട്ടു. ദൈവമക്കളെ, അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ടിൻ്റെ ബ്ലോക്ക് പ്രൈസലോ ഞങ്ങളുടെ സ്പോൺസറെ മാറ്റാനുള്ള കാര്യം, അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ബ്ലോക്ക് മാറ്റി. പ്രൈസലോ. അവർ അത് മാറ്റിയത് എൻ്റെ ഒരു വാഹനം അവർ വിറ്റിട്ടാണ്, അതിന് ഫൈൻ അടച്ചിട്ടാണ് ആ ബ്ലോക്ക് മാറ്റിയത്. പ്രൈസലോ. അങ്ങനെ സകല വാഹനങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു വണ്ടി പോലും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
എന്നെ ബ്ലോക്ക് മാറ്റിയ സമയത്ത് പെട്ടെന്ന് ഞാൻ ബെഹറിലേക്ക് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ കടന്നുപോയി. അവിടെ പോയ സമയത്ത് ദൈവമക്കളെ, ഞാൻ ഇവിടെ പോകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എവിടെ അയച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ എന്നെ അയക്കരുത് കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കാത്തലിക്സ് ഫാമിലി, ഹല്ലേലൂയ, അവരെന്ത് യോഗത്തിൽ പങ്കെടുത്തു. ദൈവമക്കളെ, അച്ചായൻ മാത്രമേ ഉള്ളൂ, അമ്മാമ്മ വന്നിട്ടില്ലായിരുന്നു, അമ്മാമ്മ വീട്ടിലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പ്രത്യേകം പറഞ്ഞു, ഈ അച്ചായനോട് നീ കൂടെ പോകണം, ചിലത് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ദൈവമക്കളെ, അച്ചായൻ്റെ കൂടെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മാമ്മയ്ക്ക് 9 ബ്ലോക്ക് ഹാർട്ടിനുണ്ട്. പ്രൈസലോ. പിറ്റേ ദിവസം അമൃത ഹോസ്പിറ്റലിൽ ഹല്ലേലൂയ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാനോട് പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തെ പരിശുദ്ധാത്മാവ് ആ സഹോദരൻ മേൽ വ്യാപരിച്ചിട്ട് എന്തോ വലിയൊരു സംഭവം അവിടെ സംഭവിക്കുന്നു. എന്തോ പുള്ളിക്കാരിക്ക് സഹിക്കാൻ വയ്യാതെ കിടന്ന് പുളയാൻ തുടങ്ങി. ഈ നെഞ്ചൊക്കെ വലിച്ചു കീറുന്ന പോലെ തോന്നി. ഒരു 15 മിനിറ്റ് അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം ആ സഹോദരിയുടെ ബോധം പോയി. പിന്നെ ബോധം തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ സഹോദരി? ഒന്ന് പറഞ്ഞു, എനിക്ക് എന്തോ സംഭവിച്ചത്, ഇവിടെ എന്തോ വെട്ടി മാറ്റി എന്ന് പറഞ്ഞു. പ്രൈസലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ വെള്ളം പോയി ചെക്ക് ചെയ്തോ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി. ദൈവമക്കളെ, ആ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കി. 9 ബ്ലോക്ക് ദൈവം കത്തിച്ച് കളഞ്ഞു. അവർ അമൃത ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തു, ബഹ്റൈൻ സൽമാനി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തു, കർത്താവ് സൗഖ്യമാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമ്മളെ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് വലുത് ചെയ്യുന്നു, പക്ഷെ എന്താണ് നമ്മുടെ വിഷയത്തിന് കർത്താവ് മറുപടി അയക്കാത്തത്? എൻ്റെ അപ്പന് നാണം കേടായത്. അനേകർ എന്നെ, ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അനേകർ എന്നെ കൈ ചൂണ്ടി ചോദിച്ചു, നിന്റെ ദൈവം എവിടെ? നീ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ ദൈവം എവിടെ എന്ന് എൻ്റെ മുഖത്ത് നോക്കി അനേകർ ചോദിച്ചു. ദൈവമക്കളെ, പബ്ലിക്കിൽ ചോദിച്ചപ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാവുള്ളൂ, എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്, എനിക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിത് ഇവരോട് പറഞ്ഞു, എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, ഇടി നമ്മളെ കർത്താവ് മറന്നു. പ്രൈസ് ദി ലോർഡ്, നമ്മളെ കർത്താവ് മറന്നു, നമ്മളെ കർത്താവ് തള്ളിക്കളഞ്ഞു. എന്താ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാത്ത? നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീട് പട്ടിണിയിലേക്ക് മാറുകയാണ്. 1 രൂപ കയ്യിലില്ല. ഞാനും എൻ്റെ ഭാര്യ ഇത് സംസാരിച്ചു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച സഭായോഗത്തിന് ചെന്നപ്പോൾ എന്നെ ഒരിക്കലും അറിഞ്ഞിട്ട് അതൊരു കർത്താവിൻ്റെ ദാസൻ വന്നിട്ട് എൻ്റെ തലയെ കൈവച്ചു. ദൈവമക്കളെ, ഏകദേശം 1.5 വർഷമായി എൻ്റെ തലയിൽ ഒരു കർത്താവിൻ്റെ ദാസൻ കൈവച്ചിട്ട് ഒരു ആലോചന പറഞ്ഞിട്ട് ഈ കർത്താവിൻ്റെ ദാസൻ വന്ന് തലയെ കൈവച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ സംസാരിച്ച അതേ സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇതാ പറഞ്ഞത്, അനേക സ്ഥലങ്ങളിൽ കടന്നു പോകുന്നു, കർത്താവ് വലിയ ചെയ്യുന്നു. എന്താണ് ഈ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്തത്? കർത്താവ് നമ്മളെ മറന്നോ എന്ന് നീയും നിന്റെ ഭാര്യയും ചോദിക്കുന്നത് ഞാൻ കേട്ടു. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ വിഷയത്തിന് ഞാൻ മറുപടി അയക്കും. ഞാൻ യഹോവ എന്ന് ജനമറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാര്യം എന്നറിയാമോ? എല്ലാം തകർന്ന ഒരു കമ്പനി, വെറും എക്സ്പയറായ ലൈസൻസ്, ബ്ലോക്ക് കിടക്കുന്ന അല്ലെ ബ്ലാക്ക് ലിസ്റ്റ് കിടക്കുന്ന ലൈസൻസ് മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. ഒരു ലോട്ടറി ഞാൻ എടുത്തിട്ടില്ല, ലുലു സെന്ററിലെ ഒരു കൂപ്പൺ ഞാൻ പൂരിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഏതുവഴിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്? ദൈവമേ, നമ്മുടെ കർത്താവിന് വഴി വെട്ടി കൊടുക്കണ്ട, നമ്മുടെ കർത്താവിന് നമ്മൾ പ്ലാൻ വരച്ചു കൊടുക്കണ്ട. യേശു കർത്താവ് സകലത്തിനും വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഒരു കോൾ വന്നു. ഈ കോള് ദുബൈയിൽ നിന്ന് വന്നതാണ്, പക്ഷേ അദ്ദേഹം അമേരിക്കക്കാരനാണ്. എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കമ്പനി വിൽക്കാനാണോ? ഞാൻ പറഞ്ഞു, വിൽപ്പഴൊന്നും കൊടുത്ത അഡ്വർടൈസിങ് അല്ല, അത് മാസങ്ങൾക്ക് മുമ്പേ കൊടുത്ത അഡ്വർടൈസിങ്. ഇന്ന് കമ്പനി പോയി മുഴുവൻ നശിച്ചെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ എന്നെ കൊണ്ട് ഹോട്ടലിൽ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണ്ട, കമ്പനി തകർന്നു പോയി മുഴുവൻ, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഈ സ്ഥാപനത്തിന് തകർന്നോ ഇല്ലയോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഈ പേരുള്ള ഈ സ്ഥാപനത്തിന് എത്ര രൂപ നിനക്ക് വേണം? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാൻ എന്തു പറയണം? നീ 1 രൂപ കൂട്ടി ചോദിക്കരുത്, നിനക്ക് എത്ര രൂപ കടമുണ്ടോ കൂട്ടി ചോദിച്ചോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ ഇത് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അവനെ അടിക്കും, അല്ലെങ്കിൽ എന്നെ തല്ലിക്കുലോടിച്ചു. എനിക്ക് എത്ര രൂപ കടമുണ്ടോ ഞാൻ കൂട്ടിയോട് ചോദിച്ചു. ആ സെക്കൻഡിൽ ആ വന്ന മനുഷ്യനോട് പറഞ്ഞു, നാളെ രാവിലെ കോർട്ടിലെ പേപ്പർ സ്റ്റാമ്പ് ചെയ്ത് സൈൻ ചെയ്ത് കൊണ്ടുപോവാ, നാളെ രാവിലെ നമുക്ക് കോർട്ടിൽ പോകാം. ദൈവമക്കളെ, ഞാൻ ഹല്ലേലൂയ സ്തോത്രം, ഇത് കേട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ വെച്ചിട്ട് ചതിയാണോ ഇത്? ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുമോ? ഞാൻ എന്നിട്ട് വിശ്വാസത്തോടെ കോർട്ടിലെ പേപ്പർ ടൈപ്പ് ചെയ്തു, എല്ലാം റെഡിയാക്കി. രാവിലെ ഞാൻ കോർട്ടിൽ ചെന്നപ്പോൾ ദൈവമക്കളെ, ഈ മനുഷ്യൻ കോർട്ടിൽ പേര് മാറ്റുന്നതിന് മുമ്പേ ഒരു കവർ എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ ക്യാഷ്, ഫുൾ എമൗണ്ടിൻ്റെ ചെക്ക് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു, എപ്പം പോയി മാറിക്കോ, ഇപ്പം മാറിയിട്ട് കമ്പനി ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസം. ദൈവമക്കളെ, 24 മണിക്കൂർ ദൈവം പറഞ്ഞിട്ട് 24 മണിക്കൂറിനുള്ളിൽ എവിടെയോ കിടന്നൊരു മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ സകല കടങ്ങളും തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ ദേശത്ത് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവരുടെ മുന്നിൽ എൻ്റെ ദൈവം അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഈ ദേശത്ത് ജീവിക്കുന്നൊരു സാക്ഷിയായി തീരുവാൻ എൻ്റെ കർത്താവ്
ഹല്ലേലൂയ ഈ ദേശത്ത് വലിയ ചെയ്തു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ എൻ്റെ മുഖത്ത് നോക്കി കളിയാക്കിയവരും ചിരിച്ചവരും എന്നെ ഭ്രാന്താന്ന് വിളിച്ചവരും ഹല്ലേലൂയ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ ഈ ദേശത്തുണ്ട്. എന്നാൽ അവിടെയെല്ലാം മുന്നിൽ ഞാനൊരു ഭ്രാന്തനല്ല എന്ന് കാണിക്കുവാൻ എൻ്റെ കർത്താവ് ഈ ദേശത്ത് വലിയ ചെയ്തു. സകല കടങ്ങളും തീർക്കുവാൻ കർത്താവ് ഇടയാക്കി. ദൈവമക്കളെ, ഈ ദൈവത്തെ ആശ്രയിക്കാൻ തയ്യാറാണോ? ഈ ദൈവത്തെ നീ മറുതലിക്കാതെ ഈ ദിവസങ്ങളിൽ ഉറച്ച് വിശ്വസിക്കാൻ തയ്യാറാണോ? സാത്താൻ്റെ ഏറ്റവും വലിയ അടവാണ് ഭയപ്പെടുത്തുക എന്നുള്ളത്. ഈ ദിവസങ്ങളിൽ ഭയപ്പെടാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീ ഉറച്ചു നിൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നീ കാണും. പണ്ട് കണ്ട കാര്യങ്ങൾ വിളിച്ചു പറയാൻ മാത്രമല്ല, ഇന്നു പകൽക്കാലവും ആ ദൈവം പ്രവർത്തിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സകല പ്രശ്നങ്ങൾക്കും മതിയായവൻ യേശു കർത്താവാണ്. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഞാൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഞാനൊരു ജോലിക്കാരനാണ്. ഇവിടെ ഒരു കമ്പനിയുടെ മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ, ജീവിതകാലം മുഴുവൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കണം. പിതാക്കന്മാർ പ്രസംഗിച്ച ദൈവത്തെ ഈ തിരുവചനം എടുക്കത്തില്ലെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചവനാണ്. പക്ഷേ ഈ തിരുവചനം എടുക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, ഞാൻ നിഗളിച്ചുകൊണ്ടിരുന്ന, ഞാൻ അഹങ്കരിച്ചുകൊണ്ടിരുന്ന, എൻ്റെ ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിച്ചതിനെല്ലാം ദൈവം ഓരോന്നോരായി പിടിച്ചു മാറ്റിയിട്ട് ഈ ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ കൂടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ശക്തനാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം തന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ഈ ദൈവം ഇതിനകത്തുണ്ട്. ഇന്ന് പകലിൽ കേട്ടൊരനുഭവം അത് എന്നോടുള്ള ദൈവശബ്ദമാണെന്ന് പറയാൻ എത്ര പേരുണ്ട്? ഏത് വഴി അടഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ല, ആ ദൈവദാസനെ ഞങ്ങളുടെ നടുവിൽ, ഈ ഉപവസിക്കുന്നവരുടെ നടുവിൽ, ഈ പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ, പല വിഷയങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരുടെ നടുവിൽ, ഇതൊരു ഭൗതിക വിഷയത്തിൽ മാത്രമല്ല, നിന്റെ ചില ആത്മീയ വിഷയത്തിലും നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉയർച്ച വരുന്നില്ലെങ്കിൽ, ഒരു വിടുതൽ സംഭവിക്കുന്നില്ലെങ്കിൽ, ശുശ്രൂഷയുടെ അടുത്തൊരു ലെവലിലേക്ക് കയറാൻ കഴിയുന്നില്ലെങ്കിൽ, കേട്ട പ്രവചനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, ഇന്ന് പകൽ പറ, അത് നടക്കും നിശ്ചയം. എത്ര പേർക്ക് കരങ്ങളെ ഉയർത്തി പറയാൻ കഴിയുന്നുണ്ട്? എന്നോടും പറ, എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ സഭയോടും അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയോടും കർത്താവ് അത് ചെയ്യാം. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുകയാ, കർത്താവ് അത് ചെയ്യുന്ന ദൈവമാണ്. അടുത്തിരിക്കുന്നവരുടെ കരം കൊടുത്ത് പറഞ്ഞേ, വാഗ്ദത്തം പ്രാപിക്കാൻ വില കൊടുക്കണം. പോരാ, അങ്ങനെ പറഞ്ഞാൽ പോരാ, ശക്തിയോടെ പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കാൻ വില കൊടുക്കണം. വാഗ്ദത്തം പ്രാപിക്കാൻ വില കൊടുക്കണം, വില കൊടുക്കണം, വില കൊടുക്കണം. വാഗ്ദത്വത്തിന് വില കൊടുത്തേ പറ്റൂ. എന്ത് ചെയ്യണം? വാഗ്ദത്വത്തിന് വില കൊടുക്കണം. വേഗത്തിൽ ഒരു ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. വളരെ പരിചിതമായ ഒരു വേദഭാഗമായിരിക്കും അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. അതിൻ്റെ 4-ാം വാക്യം ഒരാൾ വേഗത്തിൽ വായിച്ചേ മതി. ഇത് നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. ചില നിമിഷങ്ങൾ മാത്രം ആ വാഗ്ദത്വത്തെക്കുറിച്ച് പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥനയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുക. വളരെ തല ഉയർത്തി, പരിചയമുള്ള വാക്കാണെങ്കിലും തല ഉയർത്തി വളരെ താല്പര്യത്തോടെ, ആരും പ്രേരിപ്പിക്കാതെ, ഇത് എന്നോടുള്ള ദൂത് എന്ന് പരിശുദ്ധ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ ശബ്ദമുയർത്തി സ്തോത്രം പറയാം, കരമുയർത്തി സ്തോത്രം പറയാം. ഏത് നിലയിൽ നിങ്ങൾക്ക് പ്രതികരിക്കുക. ഒരാഗ്രഹമുള്ളൂ, നിങ്ങളത് വിശ്വാസത്താൽ പരിണമിക്കണം. ഇന്ന് പകൽ ആ വിടുതൽ നമ്മുടെ നടുവിൽ ചെയ്യണം. ഇന്നത്തെ ദിവസം നമ്മുടെ ദിവസമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വചനം പറയുന്നു 40ഓളം നാളുകൾ അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. അവൻ വളരെ ഉറച്ചു പറഞ്ഞത് 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് വേഗത്തിൽ ഉറക്കെ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. അവന് ഒരു കാര്യമേ പറയാനുള്ളൂ, അത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ശ്രദ്ധിച്ചേ, അവൻ കഷ്ടാനുഭവങ്ങളെ കഴിഞ്ഞതിന് ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റ് 40ഓളം ദിവസങ്ങൾ അവർക്ക് പ്രത്യക്ഷനായി. പറയാൻ ഒറ്റ വാക്ക് യേശുവിനുള്ളൂ, അത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. കരങ്ങളെ ഉയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഉയർത്തെഴുന്നേറ്റ യേശുവിനും ജീവിച്ച 3.5 വർഷം ശുശ്രൂഷയിലും 33.5 വർഷത്തെ ജീവിതത്തിലും യേശുവിന് പറയാൻ ഒരു പ്രസംഗമേ ഉള്ളൂ, അത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിന്റെ പ്രസംഗത്തിനകത്ത് രോഗികൾക്ക് സൗഖ്യമുണ്ടായിരുന്നു, വിശന്നവർക്ക് അപ്പമുണ്ടായിരുന്നു, പ്രതിസന്ധിയുള്ള ഭവനങ്ങൾക്ക് വിടുതലുണ്ടായിരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും താൻ ദൈവപുത്രനെന്ന്
തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിലും ഉയർത്തെഴുന്നേറ്റ് 40 ദിവസങ്ങളിലെ പ്രത്യക്ഷതയിലും പറയുവാൻ ഒരു വാക്കേ ഉള്ളൂ, അത് ദൈവരാജ്യത്തെ കുറിച്ചാ. ജീസസ്. എനിക്കൊരു കാര്യം അറിയാം, പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ഇന്ന് പകലൊരു വിടുതൽ പ്രതീക്ഷിക്കുന്നതോടൊപ്പം ഇതിനകത്ത് ഈ കൂട്ടായ്മ തുടങ്ങിയ വർഷങ്ങൾക്ക് മുന്നേ 4 വർഷങ്ങളായി നിരന്തരം ഇതിനകത്ത് വരുന്നവർ സൗഖ്യത്തിനും വിടുതലിനുമല്ല, കർത്താവിൻ്റെ കൂടെ നടക്കുവാനും ആ വാഗ്ദത്തം പ്രാപിപ്പാനും ആ ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി തീരുവാനും ദൈവരാജ്യത്തിന് വേണ്ടി ചുമൽ കൊടുക്കുവാനും കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുവാൻ വേണ്ടി ആവലോടെ കാത്തിരിക്കുന്ന ചിലരോട് ഈ പകലും കർത്താവിനൊരു ദൂതുണ്ട്. അവനൊരു വാഗ്ദത്തം വെച്ചിട്ട് പോയി. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ ആത്മാവിനാൽ ഒരു സ്നാനമാണ്. അത് കാത്തിരിക്കുന്നവർക്കായി സ്തോത്രം. ഇതിനകത്ത് മാനുഷികമായി യാതൊരു ശബ്ദത്തിനും വിലയില്ല പ്രിയരെ. ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു കനമേറിയ ദൈവ സാന്നിധ്യം അതിപ്പോൾ തന്നെ ചിലത്തിൻ്റെ ആദരത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ചിലരുടെ ശരീരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലർ അതുകൊണ്ട് ആദരം ഇങ്ങനെ ആലയത്തിൽ കയറിയ ഹന്നയുടെ ആദരം കണ്ടിട്ട് ഏലി പുരോഹിതൻ ചോദിച്ചതുപോലെ ഇതിനകത്ത് ചിലരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താണെന്നറിയാമോ? നീ ആരോടാ സംസാരിക്കുന്നത്? അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ ആരോടാ ഇടപെടുന്നത്? ആ പരിശുദ്ധ ആത്മാവ് ഇപ്പോൾ തന്നെ ചില ശരീരങ്ങളെ ചലിപ്പിച്ചു തുടങ്ങി. അത് ശരീരങ്ങൾ തിരിച്ചറിയാൻ പോകുകയാ. പ്രതികരിക്കേണ്ടവർക്ക് കരങ്ങളെ തട്ടി പ്രതികരിക്കാം. പ്രതികരിക്കേണ്ടവർക്ക് കരങ്ങളെ തട്ടി പ്രതികരിക്കാം. ഈ പകൽ നിന്റെ ശരീരം അത് തിരിച്ചറിയാൻ പോകുകയാ. നിന്റെ ആദരം അത് തിരിച്ചറിയാൻ പോകുകയാ. ഒരു കരമേറിയ ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്തുണ്ട് കേട്ടോ. അതിന് നീ ഒരു വില കൊടുക്കാമെങ്കിൽ, അതിന് നീ ഒരു പ്രാധാന്യം കൊടുക്കാമെങ്കിൽ ഈ പകൽ നിന്നെ അത് ചലിപ്പിക്കാൻ എതിരികൾ തടക ചിബിരിയ. നീ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കണമെങ്കിൽ നീ വില കൊടുത്തേ പറ്റൂ. ഞാൻ എപ്പോഴും പല ദൈവവചന ശുശ്രൂഷകളിലും പരിചയപ്പെടുത്തി 1-2 പേരെ പെട്ടെന്ന് ദൈവാത്മാവ് തന്നുകൊണ്ട് ഓടി പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ആ വ്യക്തിയെ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദൂതൻ എൻ്റെ ഉള്ളിൽ തരികയാണ്. ആലയത്തിനുള്ളിലേക്ക് ഓടിക്കയറുന്ന ഒരു ഹന്ന പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. അവളുടെ അധരങ്ങൾ ഇങ്ങനെ ചലിക്കുകയാണ്. അവൾ ഒരു വാഗ്ദത്തത്തിനായി ഓടിക്കയറുക. അവർ പ്രാർത്ഥനാ മുറിയിലേക്ക്, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു പെനീനയുടെ നിന്നയാകാം അവളെ ഓടിച്ചു കയറ്റിയത് പ്രാർത്ഥനാ മുറിയിലാണ്. ഇന്ന് പല നിന്ദകളും പല വേദനകളും ദൈവത്തിൽ നിന്ന് പലതിനെ അകറ്റിക്കളയുമ്പോഴും നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ഓടി അടുക്കേണ്ടത് ദൈവപാദപീഠത്തിലേക്കാ. ദൈവപാദപീഠത്തിലേക്ക് ഓടി അടുക്കുമ്പോൾ അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ നാം കേട്ടതുപോലെ ഒരു മനുഷ്യനും നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ലെങ്കിലും ആ കഴിയാത്ത സാഹചര്യങ്ങൾ എത്തിപ്പെട്ടാലും സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഒരുപക്ഷെ നിന്നോട് ചിലർ ചോദിക്കുന്നുണ്ട്, നീ മുറിയിൽ തന്നെ ഇരുന്നോ കേട്ടോ, നീയും ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഇവിടെ തന്നെ ഇരുന്നോ, കറണ്ടിന്റെ ബില്ല് അടയ്ക്കേണ്ട, കറണ്ട് ഇല്ലല്ലോ, കഴിക്കാൻ ഒന്നുമില്ലല്ലോ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നില്ലല്ലോ, നീ മുറിക്കകത്ത് തന്നെ ഇരുന്നോ, ദൈവം നൂലെ കെട്ടി ഇറക്കി തരും. കരം അടിച്ചു പറ, അവൻ നൂല് പോലും ഇല്ലാതെ ഇറക്കി